നരിവേട്ട ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എനിക്ക് ഒരുപാട് പറയാനുള്ളത് മുഴുവൻ പോസിറ്റീവ്സാണ്. പക്ഷേ അത് മുഴുവൻ കേട്ടിരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാണ്. സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു, മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതിൽ ഒരു ഗംഭീര സിനിമ തന്നെയാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ പോലീസിൻ്റെ കുറച്ച് ബ്രൂട്ടൽ പരിപാടികളൊക്കെ ഉണ്ട്, വയലൻസ് സീക്വൻസുകളാണ്. അത് കണ്ടാൽ ചില ആളുകൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ എന്തിൻ്റെയെങ്കിലും ഒരു പേരിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ മച്ചാനെ നഷ്ടമാണ്. ഇത് തിയേറ്ററിൽ കാണണം. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ക്രീനിൽ നിങ്ങൾ ഈ സിനിമ കാണണം. ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റായി പോകുന്നത്. സിനിമയെക്കുറിച്ച് പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളതെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് നമുക്ക് കടക്കാം. അതിനുമുമ്പ് 2 കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടവും അഭിമാനമൊക്കെ തോന്നിയ ഒരു കാര്യമാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഉണങ്ങാത്ത മുറിവിൽ ഉപ്പ് തേച്ച ആളുകളോട് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് സംവിധായകൻ്റെ പേരെഴുതി കാണിക്കുന്നത്. അതൊരു അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രം സിനിമയുടെ തുടക്കത്തിൽ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അതൊരു ഭീകര പരിപാടിയായിരുന്നു. ആൻഡ് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് സിനിമയ്ക്ക് കയറുമ്പോൾ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അത് ടൊവിനോ പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്, വളരെ കാഷ്വലായിട്ട്. എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളോട് ശരിക്കും കരുതലുള്ളിൽ വെച്ച് ഒരു വാണിംഗ് വായിക്കാൻ വേണ്ടി വായിക്കുന്നു എന്നുള്ളതല്ല, അതിലെവിടെ ഒരു കരുതലുള്ളത് പോലെ ഫീൽ ചെയ്യും. അതങ്ങനെ ചെയ്തിരിക്കുന്നതും എനിക്കിഷ്ടപ്പെട്ടു. ഇനി പോസിറ്റീവ്സിലേക്ക്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറുമാണ് അബിൻ ജോസഫ് ആൻഡ് അനുരാജ് മനോഹർ. ഈ സിനിമയുടെ എഴുത്തിനെക്കുറിച്ച് എന്താ പറയുക, അതിൻ്റെ ഫ്ലോ ഓഫ് ഈവൻസ്, ഇതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഈവൻ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന പേരിൽ പോലും ആ പ്രത്യേകതയുണ്ട്. സിനിമ തുടങ്ങുന്ന സമയത്തെ ഒരു ലോറി വരുന്നുണ്ട്. ആ ലോറിയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് നീതിമാൻ എന്നാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു റാൻഡം വണ്ടി വന്നു അതിൻ്റെ പേര് മുകളിൽ എന്തോ എഴുതി വെച്ചിരുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അവിടെ മുതൽ അയാൾ നീതിമാനാവുകയാണ്. നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ഇൻഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്, ആ പോലീസുകാരന് വർഗീസ് എന്ന പേര് കൊടുക്കുന്നതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ സംഭവങ്ങളെയും നമുക്കൊരു തരത്തിലും ബോറടിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ചിന്തകളെ ആ സിനിമയ്ക്കകത്ത് തന്നെ വെച്ച് ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഏറ്റവും ആഴത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ച് ശരിയായില്ല എന്ന് പറയുന്നൊരു ചോദ്യം ചെയ്യലിനുള്ള ഒരു സ്പേസ് ഒന്നും കൊടുക്കാതെ ആ ഒരു സൈഡ് വളരെ ക്ലീനായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന വിഷ്വലി ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനെയൊക്കെ അസംബിൾ ചെയ്ത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമയെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സംവിധായകൻ അനുരാജ് മനോഹർ. ഇഷ്ക് ഒരു ഗംഭീര പടമായിരുന്നു. അവിടുന്ന് നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ എന്താണ്, ഇതിൽ പറയുന്ന പൊളിറ്റിക്സ് എന്താണ്, ഇതിലെ പെർഫോമൻസുകളുടെ സ്കെയിൽ എന്താണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അനുരാജ് മനോഹർ എൻ്റെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചൊരുമ്പ തന്നെ. അത്രമേൽ എനിക്ക് ഈ സിനിമ വർക്കായി. ഈ സിനിമയിൽ കുറച്ച് ഇടങ്ങളിൽ എന്ത് രസാ ക്യൂട്ടാ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ചില രംഗങ്ങളിലേക്ക് വരുമ്പോൾ മനസ്സും കണ്ണും ഒക്കെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചില സീനിൽ ഞാൻ ലിറ്ററലി കരഞ്ഞു. തിയേറ്ററിൽ ഇരുന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു രംഗം കാണുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത്, നെഞ്ചിങ്ങനെ എന്താ പറയുക, ഒരു ദീർഘനിശ്വാസം വന്നിട്ടേ അത് ഇവിടെ വന്ന് നിൽക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതിനെ ഇറക്കി വിട്ടിട്ട് ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് പോലത്തെ അതൊക്കെ ഒരുക്കാൻ എൻ്റെ മനുഷ്യ വേറെ ഒന്നും പറയാനില്ല. അടുത്ത പോസിറ്റീവ് ഇറ്റ്സ് ടൊവിനോ തോമസ് ഞാൻ പറയും. ഒരു താരം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു റീച്ചുണ്ട്. ഈ സിനിമ ഒരുപാട് ചർച്ചയാവപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആൻഡ് ആസ് ആൻ ആക്ടർ അയാൾ ഇതിനകത്ത് ഡെലിവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. തുടക്കത്തിൽ ഒരു കുട്ടനാട്ടുകാരൻ, ഒരു പാവം പയ്യൻ, അവനങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും അറിയാതെയൊക്കെയാണ് അവൻ വളർന്നിട്ടുള്ളത്. കാരണം അവൻ്റെ അമ്മ അവനെ നോക്കുന്നുണ്ടായിരുന്നു, നല്ലോണം കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അവനവന് വേണ്ടുന്ന ഒരരിമണിക്ക് വേണ്ടി പോലും പോരാടാത്ത ഒരുത്തിന് ആദിവാസിയുടെ പോരാട്ടത്തിനെക്കുറിച്ച് എന്ത് തേങ്ങ മനസ്സിലാവാനാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എന്നാൽ അവൻ്റെ ലൈഫ്, അതിൽ രസകരമായ കാര്യങ്ങൾ, ഒരു കുഞ്ഞു പ്രണയം, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് ടൊവിനോക്കെ ചില സമയത്ത് ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന കേൾക്കുമ്പോൾ കൊതിയായിപ്പോവും. അത്രയും രസമായിട്ട് ആ സാധനം ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഒരു സാധാരണ ഒരു പയ്യനായിരുന്നു, അവിടുന്ന് പോലീസ് ട്രെയിനിങ് ഒക്കെ കിട്ടി, അവൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങും ഈ ഫ്രസ്ട്രേഷനും ഒക്കെ കൂടി ചേർന്ന് അവനെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, യൂണിഫോമിൽ കയറുമ്പോൾ നിൻ്റെ സ്വഭാവം മാറാതിരുന്നാൽ മതിയെന്ന്. അതെങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ആ ക്യാരക്ടറിൻ്റെ ഒരു ഭീകരമായ ഷിഫ്റ്റ് സംഭവിക്കുന്നത് എല്ലായിടത്തും ടൊവിനോ തോമസ് ആസ് ആൻ ആക്ടർ അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് വളരെ കുറച്ച് സമയമേ സ്ക്രീനിലുള്ളൂ, പക്ഷേ അത് മതി. അവിടെ അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, എന്ത് രസമായിട്ടാണ് സുരാജ് ഏട്ടൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്നറിയോ. ആ
ഒരു രസത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ ഇമോഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു സൈഡിൽ ടൊവിനോയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സൈഡിൽ ബിൽഡ് ആവുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആദിവാസി കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ പോരാട്ടം, അതിലെ പെയിൻ, ഒരുപാട് കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടൊവിനോൻ്റെ ക്യാരക്ടറിൽ വരുന്ന ഈ ഷിഫ്റ്റിനെ അത്രയും കൺവിൻസിങ് ആക്കി മാറ്റാൻ സുരാജ് ഏട്ടൻ്റെ പെർഫോമൻസ് ഒരു വലിയ സഹായമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പോലീസുകാരനുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ടൊവിനോ ആദ്യം ഒരാളെ അടിക്കുന്ന സമയത്ത് അവനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നു. പുള്ളിനെ നമുക്ക് ട്രെയിലറിലും കാണാൻ പറ്റും. നിൻ്റെ അച്ഛൻ്റെ പ്രായമില്ലടാന്ന് ചോദിച്ച് ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു പോലീസുകാരൻ. അയ്യോ, അയാൾ ശരിക്കും പോലീസാണോ? അയാൾ എവിടെ നിന്നാണ് വരുന്നത്? അയാൾക്ക് ഇനിയും സിനിമകൾ കിട്ടണം. നമുക്കിങ്ങനെ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നില്ലേ, അയ്യോ ഇവർ പൊളിയാണ്, ഇവർ ഒരുപാട് വേഷങ്ങൾ ചെയ്യണം, നമുക്ക് കൊതി തോന്നിപ്പോയില്ലേ ആസ് എ പ്രേക്ഷകൻ, ആസ് എ സിനിമ സ്നേഹി കാണുമ്പോൾ. അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് അയാളെ. ഒരു കുഞ്ഞ് സാധനം എന്ത് ഒറിജിനലായി, എന്ത് സിമ്പിളായിട്ട് ആ മനുഷ്യൻ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിരുന്നു. പുള്ളിയുടെ പേര് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ പേര് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ തപ്പിയെടുത്ത പേര് പ്രണവ് തിയോഫിൻ എന്ന് പറയുന്ന പേരാണ്. ഇതിനകത്ത് നമുക്ക് ട്രെയിലറിലൊക്കെ കാണാൻ പറ്റും ഒരു കുന്തമായിട്ട് ഓടിപ്പോകുന്ന മച്ചാൻ. എനിക്ക് പുള്ളീനെ സ്ക്രീനിൽ കാണുമ്പോൾ, പുള്ളിയുടെ മറ്റേ ഈ കണ്ണിലെ തീയൊക്കെ കാണുമ്പോൾ അപ്പോക്കലിപ്റ്റോ സിനിമയൊക്കെ കാണുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്താണ് ആ മച്ചാൻ ഡെലിവർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അയാളുടെ രൂപം കൊണ്ട് അയാൾ ഡെലിവർ ചെയ്യുന്നൊരു സാധനമുണ്ട്, പെർഫോമൻസിൽ കൊണ്ടുവരുന്നൊരു സംഭവമുണ്ട്, ഒരു പെയിൻ ഉണ്ട്. പുള്ളിനെ ഇങ്ങനെ തല്ലുന്ന സമയത്ത് പുള്ളി ബസ്സിൽ നിന്നിട്ട് ടൊവിനോനെ നോക്കുന്ന ഒരു നോട്ടമൊക്കെ ഉണ്ട്. ദഹിച്ചു പോകില്ല ഒരു മനുഷ്യൻ. ആ നോട്ടത്തിനെ പേടിച്ചിട്ടാണ് ടൊവിനോ തല്ലുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് പറയും, ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇന്നർ ലേയേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ ഈ പറയുന്ന ഒന്നും സ്പോയിലറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുത്തങ്ങ വെടിവെപ്പ് പരിപാടികളും ഒക്കെ ഈ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, പേരുകളൊക്കെ മാറ്റിയിട്ട് ഓഫ് കോഴ്സ്. പക്ഷേ എന്താണ് റെഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമ്മളും ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മുത്തങ്ങ സമരത്തെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് പോകണം. എങ്കിൽ നിങ്ങൾക്കിത് വേറെ ലെവലിൽ കണക്റ്റ് ആവും. അല്ലെങ്കിലും ആസ് എ മൂവി അനുരാജ് മനോഹർ ഗംഭീരമായിട്ട് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണവ് തിയോഫൈൽ, ഒരുപാട് പേര് ഇതിൽ ആദിവാസി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സമര നേതാക്കളായി വന്നിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ടാണ്. കുഞ്ഞുങ്ങളോടോ, കുഞ്ഞു പിള്ളേർ, അവരുടെ നോട്ടത്തിൽ, അതിൽ വരുന്ന ചേഞ്ചിൽ, അവർ ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പെയിനൊക്കെ ഇങ്ങനെ കൊള്ളുകയാണ് നെഞ്ചിൽ. ഞാൻ പറഞ്ഞില്ലേ, സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനൊക്കെ ശേഷം പതിയെ ഇവരുടെ പെയിനൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഒരു കുഞ്ഞു വഴക്കിലൊക്കെ ഈ സിനിമ അങ്ങോട്ട് തുടങ്ങുമ്പോണ്ടല്ലോ, എൻ്റെ ജനത എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവരെ തൊട്ടാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നത് പോലെ നമുക്ക് അവരോട് അടുപ്പം ഫീൽ ചെയ്യുക. ഇവരനുഭവിക്കുന്ന പെയിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴോ കേട്ട് മറന്ന ഒരു സംഭവം മാത്രമാണിത്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞും കേട്ടും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. പൊളിറ്റിക്കലി നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുമ്പോഴുള്ള ഷിഫ്റ്റ്, അതും കൂടി ചേർത്ത് വെച്ച് ഈ സിനിമ കാണുമ്പോണ്ടല്ലോ, പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് ചേരനാണ്. അങ്ങേര് പൊളിയല്ലേ. അങ്ങേര് എത്ര ഗംഭീരമായിട്ടുള്ള സിനിമകൾ, എത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ച് മലയാളികളുടെ അടക്കം ഹൃദയം കവർന്നെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഈ സിനിമയിൽ അയാൾ ചെയ്തു വച്ചിരിക്കുന്ന വേഷം, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഗംഭീരമാണ്. പിന്നെ മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ സിനിമയിൽ പോലീസുകാരെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. എല്ലാ പോലീസുകാരും മറ്റേ ക്രൂരന്മാരും ദുഷ്ടന്മാരും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രായമായ ആളെ തല്ലുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ പ്രായമില്ലടാ എന്ന് ചോദിച്ച് ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോരത്തളപ്പുള്ള പോലീസുകാരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കാണുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ ഷാഹി കബീറിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഒറിജിനൽ ഫാക്ടർ നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനെ ഈ സിനിമയിൽ മുഖം കാണുന്ന എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയുടെ വിഷ്വൽ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ സിനിമ അതിൻ്റെ പീക്ക് ലെവലിൽ ടച്ച് ചെയ്യുന്നത്, എൻ്റെ ചങ്ക് കത്തിപ്പോയത് ഇതിലെ സമരവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസുമാണ്. ട്രെയിലർ കണ്ട ഏതൊരാളും ഊഹിക്കുന്ന സീക്വൻസ് തന്നെയാണ്. അതിങ്ങനെ ടീസ് ചെയ്ത് അത് വിഷ്വൽ അവർ ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് റിക്വയർ ചെയ്യുന്ന ഒരു ബഡ്ജറ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അതൊക്കെ മേലെ ഇത് ഡെലിവർ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. വിജയ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത്, ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്, എൻ്റെ പൊന്നു മച്ചാനെ ഒരു രക്ഷയില്ലടോ. ഒരു പോലീസുകാരൻ്റെ ബൂട്ടെടുത്ത് ഫ്രണ്ടിൽ വെക്കുമ്പോൾ ഇവിടെ കുലുങ്ങും. ആ പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിൽ സൗണ്ട് മിക്സിങ് വരുന്നുണ്ട്. സൗണ്ട് നമ്മളിങ്ങനെ വാരിക്കോരി പോഴ്ത്താനുള്ളതുണ്ട്. വിഷ്വലി ഓരോ സാധനവും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് മിക്സ് ചെയ്യുന്ന ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഉത്സവാക്കൂലേ, ആറാട്ടാക്കൂലേ, ആ റേഞ്ചിൽ വിഷ്വൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊറിയോഗ്രഫി, സ്റ്റൺസ് ചെയ്തിരിക്കുന്നത് ഫീനിക്സ് പ്രഭുവാണ്. അതായത് ടൊവിനോ ഇങ്ങനെ നടുക്ക് നിന്നിട്ട് കറങ്ങിയൊരു ഷോട്ടൊക്കെ ഉണ്ട് മാൻ. അത് ഇനിയും കാണാൻ തോന്നുന്നു. പെയിൻഫുള്ളാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സിനിമ അവരെടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമ ആസ് ആൻ ആർട്ട് നോക്കി കാണുമ്പോൾ ഇവരിതെങ്ങനെ ചെയ്തു എന്നൊക്കെ ഒന്നുകൂടി കണ്ടനുഭവിക്കാൻ തോന്നുന്ന പോലെ അത്രയും കൊതി തോന്നുന്നുണ്ട്. അതേസമയം ആ പെയിൻ മുഴുവൻ ഉള്ളിലുമുണ്ട്.
അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ്, അരുൺ മനോഹരൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്, അമൽ ചന്ദ്രൻ്റെ മേക്കപ്പ്, VFX ചെയ്തിരിക്കുന്നത് പിക്ടോറിയൽ എഫക്ട്സ് ആണ്, സജ്മോൻ ആർഡി ആണ് ഇതിൻ്റെ കളറിസ്റ്റ്, ആർട്ട് ചെയ്തിരിക്കുന്നത് ഭാവയാണ്. ആർട്ടൊക്കെ എന്താണ് ഇത് എവിടെയൊക്കെയോ കണ്ടു മറന്നിട്ടുള്ള ഇമേജിനെ അത്രയും ഒറിജിനലായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇനിയും കുറേ എനിക്ക് പറയാനുണ്ട്. ഈ വീഡിയോയുടെ നീളം കൂടും. നിങ്ങൾ സിനിമ കാണും, തിയേറ്ററിൽ പോയി സിനിമ കാണും, എന്നിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം. സൗണ്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് മ്യൂസിക്കിൽ നിന്ന് തുടങ്ങാം. ജേക്സ് ബിജോയ്, ഒന്നും പറയാനില്ല. ഈ പോലീസുകാർ വയനാട് അതിർത്തി കിടക്കുമ്പോൾ ഇങ്ങേരൊരു കയറ്റം കയറും. ജേക്സ് ബിജോയ് പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ റേഞ്ചിൽ. എനിക്ക് അതായത് ഈ മ്യൂസിക് കേട്ടിട്ട് നമുക്കിങ്ങനെ ഉള്ളിൽ ഭയങ്കര പെയിനൊക്കെ ഫീൽ ചെയ്യണോ. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആൻഡ് കൈതപ്രത്തിൻ്റെ വരികൾ, ലിറിക്സ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നേ, അതങ്ങ് കൊള്ളും. ഒരു പെർട്ടിക്കുലർ സാധനം സിനിമയുടെ തുടക്കത്തിലുണ്ടെന്ന് തോന്നുന്നു, അത് തന്നെ പിന്നീട് ആവർത്തിച്ച് വരുന്നുണ്ട്. ആദിവാസിക്ക് എന്തുണ്ട് എന്നുള്ളൊരു അർത്ഥം വരുന്നൊരു സാധനമാണ്. ഒന്നും പറയാനില്ല, അതങ്ങോട്ട് അനുഭവിക്കുക എന്നേ ഉള്ളൂ. ജേക്സ് ബിജോയ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗീതം ഈസ് ടോപ്പ് നോച്ച്. അത് കേൾക്കാൻ വേണ്ടി മാത്രം ഇതിൽ വരുന്ന ട്രാക്കുകൾ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിപാടികൾ, ഇതിൻ്റെ മൊത്തം സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടി മാത്രം. ദയവ് ചെയ്ത് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം നിങ്ങളുടെ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന തിയേറ്ററിൽ പോയി ഇത് കാണണം. അതിൽ കുഞ്ഞു പരാതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ തുടക്കത്തിൽ ടൊവിനോയുടെ അമ്മ ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-2 ഇടങ്ങളിൽ എനിക്ക് ഡയലോഗ് ക്ലിയർ ആയില്ല. അതിനി തിയേറ്ററിൻ്റെ ആണോ അതോ മിക്സിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ എനിക്ക് ആ ഒരു പ്രാദേശിക ഭാഷാ ഭേദം പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അടിപൊളിയാണ്. ബാക്കി എനിക്കൊന്നും പറയാനില്ല. രംഗനാഥ് രവിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൊറിയോഗ്രഫി, നേരത്തെ ഞാൻ പറഞ്ഞു, ആക്ഷൻ പരിപാടികളൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നേ ലിറ്ററലി. അതായത് 2 കൾച്ചറൽ സാധനങ്ങളുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ, വേട്ടയാടി ശീലിച്ചിട്ടുള്ള ഒരാൾ, ഇവർ തമ്മിലുള്ള ഒരു സ്റ്റണ്ട് പരിപാടിയൊക്കെ വരുമ്പോൾ അതിൽ ആര് ജയിക്കുന്നു, ആര് കീഴടങ്ങുന്നു, എങ്ങനെ അതിൻ്റെ ഒരു പോക്കൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസം. അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ അത്രയും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇമോഷൻസ് ആൻഡ് പൊളിറ്റിക്സ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞു. കുറേ കാലത്തിന് ശേഷമാണ് സിനിമ കാണുമ്പോൾ. ഇത് തുടക്കത്തിൽ എവിടെയൊക്കെയോ കുറേ ഡയലോഗുകൾ കേൾക്കുമ്പോൾ ഇവിടെ കൊള്ളുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ ജനങ്ങളുടെ, നമ്മുടെ സ്വന്തക്കാരുടെ ആരുടെയൊക്കെയോ ആണ് ജീവൻ പൊലിയുന്നതെന്നും രക്തം തുപ്പി അവർ വീഴുന്നതെന്നും എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക്കും ഈ വിഷ്വൽ സാധനങ്ങളും കൂടി കയറി വരുമ്പോൾ പിടി വിട്ടു പോകും മാൻ. എനിക്ക് ഇപ്പോഴും ആ ഇമോഷൻ എൻ്റെ നിന്ന് പോയിട്ടില്ല. ആൻഡ് ദ പൊളിറ്റിക്സ്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പേരിട്ടിരിക്കുന്നത്, ഓരോ സാധനങ്ങൾ കാണിക്കുന്നത്, ഫ്രെയിമിൽ വരുന്നത്, എന്തിനെയാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്, ആ ഈവൻസിൻ്റെ ഒരു ഫ്ലോ എന്താണ്, ഇത് ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ് നീതി ഡെലിവറി ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ വയലൻസ് സീക്വൻസുകൾ കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങളൊരു സിനിമ സ്നേഹിയാണെങ്കിൽ, സിനിമ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ഇത് സിനിമ തിയേറ്ററിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി കണ്ടു തീർക്കേണ്ട സിനിമയാണ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് നരിവേട്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, ഈവൻ ഇത് ഏത് സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. സിനിമ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അവനവൻ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് വിലയിരുത്തേണ്ടതുമാണ്. ആൻഡ് നിങ്ങളങ്ങനെ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.